ഹലോ ഗായ്സ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞങ്ങളുടെ ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് സഞ്ജുവിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഞ്ജുവിലൂടെ ഇന്ത്യ മൂന്നാം T20 വേൾഡ് കപ്പ് ഉയർത്തും. ഇത് സത്യമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇതേ കാര്യം തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ സെമി ഫൈനൽ മാച്ചും അതിന് മുമ്പത്തെ ക്വാർട്ടർ മാച്ചും രണ്ട് മാച്ചിലും നല്ല പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്നലത്തെ മാച്ചിൽ 42 ബോളിൽ 87 റൺ. മുംബൈ വാങ്കഡ സ്റ്റേഡിയം മൊത്തത്തിൽ നിശ്ചലമായി പോയി സഞ്ജു സാംസന്റെ പ്രകടനത്തിന് വേണ്ടി. വാട്ട് എ പ്ലെയർ, ബ്രില്യന്റ് നോക്ക്. അതുപോലെ ആ മാച്ചിൽ ഇന്നലത്തെ കളിയിൽ ജയിച്ച കളിയിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും സഞ്ജുവിന് കിട്ടി. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് ആഗ്രഹിക്കാനുള്ളത്? സത്യത്തിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ അന്ന് തൊട്ട് സഞ്ജു സാംസന്റെ ഒരു കംബാക്ക് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു, സഞ്ജു സാംസൺ തിരിച്ചു വരും. പക്ഷെ ഏറെക്കുറെ അത് സത്യമായിരിക്കണം. ഇനി ഒരു മാച്ചും കൂടിയേ ഉള്ളൂ. ഇനി ഞായറാഴ്ച നടക്കുന്ന ഒറ്റ മാച്ചും കൂടിയേ ഉള്ളൂ. ആ മാച്ചും കൂടി സഞ്ജു സാംസൺ നല്ല രീതിയിൽ കളിക്കട്ടെ, ഒരു സെഞ്ചുറിയോടെ ഇന്ത്യക്ക് കപ്പടിച്ച് കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. അത് കോടിക്കണക്കിന് സഞ്ജു ആരാധകർക്ക് ഒരു ആവേശമായിരിക്കും. തീർച്ചയായിട്ടും ഇന്ത്യക്കായി പെർഫോം ചെയ്യുക എന്നാണ് ഏറ്റവും വലിയ അടിസ്ഥാനമായ ഘടകം. നല്ല പക്വതയുടെ ബാറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇതിന് കണ്ടത്. രണ്ട് മാച്ചിലും നല്ല പക്വതയുടെ ബാറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഒരു വളരെ മികച്ച നോക്ക് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നോക്ക്, ഇതിലും നല്ലൊരു നോക്ക്, മികച്ച നോക്ക്. 42 ബോളിൽ 87 റൺ. അതായത് നല്ല ഒരു 7 6, ഒരു രക്ഷയില്ല. സഞ്ജു സാംസൺ ബ്രില്യന്റ്. ഞാൻ ഇപ്പോഴും പറയുന്നു, സഞ്ജുവിലൂടെ ഇന്ത്യ മൂന്നാം T20 വേൾഡ് കപ്പ് ഉയർത്തും. തീർച്ചയായിട്ടും ഉയർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഇനി ഞായറാഴ്ചയാണ് ഫൈനൽ നടക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ഫൈനലിൽ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഇന്ത്യനെ ജയിക്കും, കപ്പടിക്കും. ന്യൂസിലാൻഡ് നല്ല ഫോമിലാണ്. കഴിഞ്ഞ ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്ക മാച്ചിൽ കണ്ടല്ലോ, അവര് ഓപ്പണിംഗ് പേയേഴ്സ് ഭയങ്കര ഫോമിലാണ്. ഫിന്നല്ല അലനും നമ്മുടെ സ്റ്റേഫർഡും നല്ല ഫോമിലാണ് ഇരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മളെ ഇന്ത്യയും നല്ല രീതിയിൽ നല്ല ഓപ്പണേഴ്സാണ്. സഞ്ജു സാംസൺ കംബാക്ക് തിരിച്ചു വന്നതിൽ വളരെയധികം സന്തോഷം. മികച്ച നോക്കാണ്, 2 നോക്കും കൊള്ളാം. ക്വാർട്ടേഴ്സിലെ നോക്കും ഇതും 2 മികച്ച നല്ല നോക്കായിരുന്നു. തീർച്ചയായിട്ടും എന്തുകൊണ്ടും ഇപ്പോൾ ഇന്ത്യ മൊത്തം ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ ആണ്. ഒരു കംബാക്ക് കൊടുക്കുന്നതെന്ന് ഇങ്ങനെ കൊടുക്കണം. ഇതേപോലെ T20 വേൾഡ് കപ്പിൽ ഇതേപോലെ ഒരു ഗെയിമിൽ എല്ലാവരും വാച്ച് ചെയ്യണ ഒരു സെമിയിൽ ഇന്ത്യ ജയിക്കാൻ ഘടകമായ പ്രധാന കാരണം ഒരു നോക്ക് എന്ന് പറഞ്ഞത് 42 ബോളിൽ 87 റൺ എന്ന് പറയുന്നത് അതൊരു മികച്ച ഇന്നിങ്സ്. T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ 15 സിക്സുകളുമായി ഇപ്പോൾ സഞ്ജു സാംസണാണ് നിൽക്കുന്നത്. അതുമല്ലാതെ T20 റാങ്കിങ്ങിൽ 65-ൽ നിന്ന് സഞ്ജു സാംസൺ വീണ്ടും മുകളിലോട്ട് കയറി 40-ലോട്ട് എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായിരുന്നാലും വളരെ മികച്ച നേട്ടം തന്നെ കൈവരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായിരുന്നാലും നല്ലത് മാത്രം നടക്കട്ടെ. തീർച്ചയായിട്ടും ഫൈനലിൽ സഞ്ജു സാംസന്റെ മികച്ച ഒരു സെഞ്ചുറി നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സഞ്ജുവിലൂടെ അങ്ങനെ ഇന്ത്യ മൂന്നാം കിരീടം ഉയർത്തും. വളരെ സന്തോഷം. ഇതിൽ കൂടുതൽ സന്തോഷമായിരിക്കില്ല. ആകപ്പാടെ മെസ്സി കപ്പടിച്ചപ്പം അത്രയധികം സന്തോഷിച്ചു. അതേപോലെ ഇന്ത്യ കപ്പടിക്കുന്നു. അതും സഞ്ജുവിന്റെ നല്ല പെർഫോമൻസിലൂടെ ഇന്ത്യ കപ്പടിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. പക്ഷേ ഇതിൽ ഗൗതം ഗംഭീറിന്റെ സൂര്യകുമാർ യാദവിന്റെ പങ്ക് വളരെ ചെറുതല്ല, വളരെ നല്ല പങ്കാണ്. കാര്യം തന്നെ തിരിച്ച് വീണ്ടും ഓപ്പണിംഗ് സ്പോട്ടിൽ സ്ഥാനം കൊടുക്കുന്നതിന് അവർ വഹിക്കുന്ന പങ്ക് നല്ല പങ്കാണ് വഹിക്കുന്നത്. ഗൗതം ഗംഭീർ എപ്പോഴും നമ്മളെ സഞ്ജു സാംസണ് നല്ല രീതിയിൽ ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സൂര്യകുമാർ ബാക്ക് സപ്പോർട്ട് സഞ്ജു സാംസൺ കൊടുക്കുന്നുണ്ട്. മുമ്പ് സൂര്യകുമാർ തമാശയ്ക്ക് കളിയാക്കി ഇന്റർവ്യൂലൊക്കെ പറഞ്ഞെങ്കിൽ പോലും തന്നെ ആ ഓപ്പണിംഗ് സ്പോട്ട് ഇപ്പോഴും സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് കൊടുക്കുന്നുണ്ട്. ഗൗതം ഗംഭീറും കൊടുക്കുന്നുണ്ട്. നല്ലൊരു പരിഗണനയാണ് ഇപ്പം ടീമിൽ സഞ്ജു സാംസൺ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ന്യൂസിലാൻഡ് ഫൈനൽ പോരാട്ടത്തിൽ എന്തായാലും ഇന്ത്യ ജയിക്കും. സഞ്ജുവിന്റെ നല്ലൊരു നോക്കിലൂടെ എൻ്റെ ആഗ്രഹം തന്നെ 100 അടിക്കണം. സഞ്ജു ഒരു 100 റൺ അടിക്കണം. 100 റൺ അടിക്കുകയും ചെയ്യണം, ഇന്ത്യൻ ടീം വിജയിക്കുകയും ചെയ്യണം. ആ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ചും ആവണം, മാൻ ഓഫ് ദ സീരീസും സഞ്ജു സാംസൺ തന്നെ ആകണം. ഇങ്ങനെ കംബാക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ച നേട്ടമായിരിക്കും സഞ്ജു സാംസന്റെ കരിയറിൽ. ഇനിയുള്ള ഒരു
5 കൊല്ലം സഞ്ജു സാംസന്റെ കരിയറിന്റെ വേറെ ലെവലിലോട്ടായിരിക്കും. ഇനി ആ സ്പോട്ട് വേറെ ആർക്കും കൊടുക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഓപ്പണിംഗ് എന്ന ആ സ്പോട്ട് അഭിഷേക് ശർമ്മയുടെ ഒപ്പം സഞ്ജു സാംസൺ ആയിരിക്കും ഇനി കൊണ്ടുപോകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇനി എന്താണ് നടക്കുമെന്ന് നോക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്തായാലും നല്ലത് നടക്കട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോ. ബൈ ഫ്രം ഭ്രാന്തൻ.